60 ദിവസം ഇവൻ്റ് കൊണ്ട് നിറയണം കേരളം. 60 ദിവസം ഇതിൻ്റെ ഒരു ശൈലി മാറണം. കേരളത്തിലെ ശൈലി ലോകകപ്പ് എല്ലാ മുക്കിനും മൂലയിലും കളികൾ നടക്കണം, മുക്കിനും മൂലയിൽ ആവേശം വരണം. ഇത് ലോകത്തെ കാണിച്ചു കൊടുക്കണം. ഇത് കേരളം സ്പോർട്സ് കേരളമാണ്, സ്പോർട്സ് ടൂറിസത്തിൻ്റെ കേരളമാണ്. ഇത് എല്ലാ കുട്ടികൾക്കും തിരിച്ചറിയണം. ഇതല്ല ലഹരി എന്ന് പറയുന്നത് സ്പോർട്സാണ്, ലഹരി എന്ന് പറയുന്നത് കായിക അഭ്യാസങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ അധ്യാപകരും ഓരോ വിദ്യാർത്ഥികളും ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കണം. ഇത് വളർത്തിയാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ലഹരി മറ്റുള്ള ലഹരികളില്ലാതാവും. അത് നമ്മൾ ഒരു വലിയ ആവേശമാക്കി കേരളം സർക്കാരിന് പൂർണ്ണമായി ഇറങ്ങണം. ഞാൻ പ്രതിപക്ഷത്തോടും എല്ലാ പാർട്ടികളോടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇത് രാഷ്ട്രീയ കക്ഷി ഒന്നും എടുക്കാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് നിങ്ങളെല്ലാവരും ഇറങ്ങണം എന്നുള്ളതാണ്. എല്ലാവരും ഇറങ്ങി ഇതിനൊരു നമ്മുടെ നാടിൻ്റെ ഒരു ആഘോഷമാക്കി മാറ്റണം. ഇതുപോലെ അവസരം നമുക്ക് എന്നും കിട്ടിയെന്ന് പറ്റില്ല. ഇതിനൊരു നിമിത്തമായി എന്നുള്ളത് മാത്രമേ റിപ്പോർട്ടർ ടി വികൾ കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് പിന്നെ റിപ്പോർട്ടർ ടി വി ഇല്ല. ഇത് കേരളത്തിൻ്റെ ആഘോഷമാണ്. ഇതുവരെയുള്ള ചർച്ചകളും നെഗറ്റീവുകളും വരില്ലയോ ഒക്കെ കളഞ്ഞോളൂ. മാധ്യമങ്ങളും ഞാൻ പറയുന്നത് ഒരു പരിധി വരെ മത്സരം നടക്കുന്ന മേഖലയാണ് മാധ്യമ മേഖല എന്ന് പറയുന്നത്. ഞാനിതിവിടെ വിടുകയാണ്. ഇനി ഒരു വലിയ മാറ്റത്തിലേക്ക് കേരളത്തെ കൊണ്ടുവരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. എൻ്റെ കൂടെ നിന്ന സർക്കാരിനും മിനിസ്റ്ററിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്.